സ്ട്രോങ് ഫർണിച്ചർ, ഇൻഡെക്സ് ഫർണിച്ചർ. ഇൻഡെക്സ് ഫർണിച്ചർ, നിയർ KSRTC ബസ് സ്റ്റാൻഡ്, വെള്ളയാങ്കുടി, കട്ടപ്പന. കല്യാണത്തിന് മോൾക്ക് സ്വർണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി. പവിത്ര ഗോൾഡ്, കട്ടപ്പന. സുഹൃത്തുക്കളെ, വസ്ത്രവ്യാപാര രംഗത്ത് കട്ടപ്പനയുടെ തിലകക്കുറിയായ ടെക്സ്റ്റൈൽസ് യുവാക്കളുടെ ഹൃദയം കവർന്നുകൊണ്ട് പുതിയ കളക്ഷനുമായി ടെക്സ്റ്റൈൽസ് സ്ത്രീകൾക്ക് മാത്രമായി. നീ ഇതെങ്ങോട്ടാ? ഞാൻ കൂട്ടുകാരന്റെ കല്യാണത്തിന് പോകാനായിട്ട് ഡ്രസ് എടുക്കാൻ പോവായിരുന്നു. എവിടെ? ചേട്ടൻ വിളിച്ചു പറയുന്ന കടയില്. നിനക്കൊക്കെ പ്രാന്താടാ. നീയൊക്കെ അല്ലേ വേറെ അല്ല അങ്ങോട്ടൊക്കെ പോവൂ. ഇവിടെ നിനക്കല്ല കിടുക്കി ഡ്രസ്സ് വേണം, നീ ആ പെട്രോളിലോട്ട് ചെല്ലു. എടാ ചെറുപ്പക്കാർക്കായിട്ടുള്ള കടയാടാ അത്, നല്ല കളക്ഷനാ. പെട്രോൾ ഫാഷൻ, ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ, പള്ളിക്കവല, കട്ടപ്പന. KG's ജുവലറി, കോട്ടയം കടയുടെ അതിവിപുലമായ വെള്ളി ആഭരണശാല. KG's സിൽവർ മൈൻ, ഗുരുമന്ദിരത്തിന് സമീപം പ്രവർത്തിക്കുന്നു. പരിശുദ്ധമായ വെള്ളിയിൽ തീർത്ത ആഭരണങ്ങൾ മിതമായ നിരക്കിൽ. ആധുനിക ഡിസൈനിലുള്ള കമ്മലുകൾ, മോതിരങ്ങൾ, വിവാഹ ആവശ്യത്തിനുള്ള നെക്ലേസുകൾ, പ്ലാറ്റിനം ഫിനിഷിംഗ് വളകൾ, വെള്ളിപ്പാത്രങ്ങൾ, മാലകൾ, കൊലുസുകൾ, അരഞ്ഞാണങ്ങൾ, ലോക്കറ്റുകൾ, കൊന്തകൾ, നേർച്ച സാധനങ്ങൾ, കൈചെയിനുകൾ, നവരത്ന മോതിരങ്ങൾ തുടങ്ങിയ വെള്ളിയാഭരണങ്ങളുടെ അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകൾ തിരഞ്ഞെടുക്കുവാൻ ജോൽസിന്റെ സേവനം ലഭ്യമാണ്. KG's സിൽവർ മൈൻ, സിൽവർ കളക്ഷൻസ്, കോട്ടയം കട, ഗുരുമന്ദിരത്തിന് സമീപം, കട്ടപ്പന. You know that thing's been 100 years old. ചന്തം കാളിന്തി നാദം ഗോപി സംഗീതം मेरे डोल सुन मेरे प्यार की तुम मेरे ढोल सुन मेरी चाहते KG's ജ്വല്ലറി, കോട്ടയം കട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. അധികം വൈകാതെ അനലോഗ് ചാനലുകൾ ഇല്ലാതാകും. കേട്ടില്ലേ? ശരിയാണ്. ഇനി ഡിജിറ്റൽ ചാനൽസിന്റെ കാലമാണ്. അപ്പോ ഏറ്റവും മികച്ച കണക്ഷൻ തന്നെ വേണ്ടേ? ഏതെങ്കിലും ഒരു കണക്ഷൻ എടുക്കാമെന്ന് വെച്ചാലോ? കാലാവസ്ഥയെ പേടിക്കണം, ഓർത്തിരുന്ന് റീചാർജ് ചെയ്യണം, സർവീസിന് വേണ്ടി കാത്തിരിക്കണം. എന്തിനു റിസ്ക് എടുക്കണം? കേരള വിഷൻ ഡിജിറ്റൽ TV സെറ്റ് ടോപ്പ് ബോക്സ് കണക്ട് ചെയ്യൂ. 250 പരം ചാനലുകൾ, HD and 3D ചാനലുകൾ, ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രാദേശിക ചാനലുകളും. കേരളം രാജ്യത്തിന് മാതൃകയാവുന്നു കേരള വിഷൻ ഡിജിറ്റൽ TVയിലൂടെ. മിതമായ നിരക്കിൽ ആകർഷകമായ പാക്കേജുകളിൽ. കേരളം മാറുന്നു സെറ്റ് ടോപ്പ് ബോക്സിലൂടെ. കേരളം മാറുന്നു കേരള വിഷനിലൂടെ. പകരം വെക്കാനാവില്ല ഒന്നും.
നമസ്കാരം. ഇടുക്കിനെറ്റ് വാർത്താ സംപ്രേഷണത്തിലേക്ക് മാന്യപ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. ഇടുക്കിനെറ്റ് ന്യൂസ് ലൈവ്. ഇടുക്കിനെറ്റ് ന്യൂസ് ലൈവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ന്യൂസ് ഹെഡ്ലൈൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. പുതിയ ബാറുകൾ ഇന്നു മുതൽ ബിയർ പാർലറുകൾ. കഴിഞ്ഞ 9 മാസമായി പൂട്ടിക്കിടന്നിരുന്ന മദ്യശാലകൾ ഇനി മുതൽ ബിയർ വൈൻ പാർലറുകളായി പ്രവർത്തിച്ചു തുടങ്ങും. സർക്കാരിന്റെ മദ്യനയത്തിൽ പ്രതിഷേധിച്ച് KCBC സമരരംഗത്തേക്ക്. ഡീൻ കുര്യാക്കോസിനെ കാലുവാരി തോൽപ്പിച്ച സംഭവത്തിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്ന് മുൻ MP PT തോമസ്. മാധവ് ഗാഡ്ഗിൽ പ്രശ്നമല്ല ഡീൻ കുര്യാക്കോസിന്റെ തോൽവിക്ക് പിന്നിലെന്ന് ഇടുക്കിയിലെ ജനങ്ങൾക്കറിയാമെന്നിരിക്കെ ഈ സത്യം പുറത്തു കൊണ്ടുവരേണ്ടത് KPCC ആണെന്നും PT തോമസ്. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് കൊണ്ടുവന്ന 2 കിലോ കഞ്ചാവ് അതിർത്തി ചെക്ക് പോസ്റ്റിൽ പരിശോധനയ്ക്കിടെ എക്സൈസ് സംഘം പിടികൂടി. KSRTC ബസിൽ നിന്നാണ് കഞ്ചാവ് പിടിച്ചെടുത്തത്. പ്രതികളെയും പിടികൂടി. മെഡിക്കൽ കോളേജായി ഉയർത്തിയതോടെ ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ രോഗികൾക്ക് ഇത് ദുരിതകാലം. ആവശ്യമായ മരുന്നുകളോ കിടക്കകളോ ഇല്ലാത്തത് ചികിത്സ തേടിയെത്തുന്ന ആയിരക്കണക്കായ രോഗികളെയാണ് വലയ്ക്കുന്നത്. VT സെബാസ്റ്റ്യൻ വിടവാങ്ങിയിട്ട് 1 വർഷം. ജില്ലയുടെ വികസനത്തിൽ നിർണായകമായ പങ്കുവഹിച്ച വ്യക്തിത്വമായിരുന്നു VT സെബാസ്റ്റ്യൻ. വിശദമായ വാർത്തകളിലേക്ക്. പുതിയ ബാറുകൾ ഇന്നു മുതൽ ബിയർ പാർലറുകളാണ്. കഴിഞ്ഞ 9 മാസമായി പൂട്ടിക്കിടന്നിരുന്ന മദ്യശാലകൾ ഇനി മുതൽ ബിയർ വൈൻ പാർലറുകളായി പ്രവർത്തിച്ചു തുടങ്ങും. പൂട്ടിയ 418 ബാറുകളിൽ 200ഓളം ബാറുകൾ ഇന്നു മുതൽ ബിയർ വൈൻ പാർലറുകളായി പ്രവർത്തിക്കും. കഴിഞ്ഞ 9 മാസമായി പൂട്ടിയിരുന്ന മദ്യശാലകൾക്ക് ഇന്ന് ലൈസൻസ് ലഭിക്കും. എന്നാൽ ബിവറേജസ് കോർപ്പറേഷൻ വെയർഹൌസുകൾ അവധിയായതിനാൽ ബാർ ഉടമകൾക്ക് സ്റ്റോക്ക് എടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല. പത്തനംതിട്ട, കണ്ണൂർ, പാലക്കാട്, വയനാട്, തിരുവനന്തപുരം, കാസർഗോഡ്, ആലപ്പുഴ, കോട്ടയം എന്നിവിടങ്ങളിലെ ബാറുകളാണ് ഇന്ന് പ്രവർത്തനം തുടങ്ങുക. ബാറുകൾക്കുള്ള HL3 ലൈസൻസിന് തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ ബിയർ വൈൻ പാർലറുകളുള്ള HL11 ലൈസൻസ് നൽകുന്നത്. ഇതിനായി 4 ലക്ഷം രൂപ ലൈസൻസ് ഫീസ് നൽകണം. പുറമെ നിലവിലുള്ള ജീവനക്കാർക്ക് തൊഴിലും നൽകണം. ഈ വ്യവസ്ഥകൾ അംഗീകരിച്ചാണ് ലൈസൻസ് നൽകുന്നത്. നിലവിലെ പൂട്ടിയ 312 ബാറുകൾക്ക് ലൈസൻസിന് അപേക്ഷിക്കുവാനുള്ള അവസരവും നിലവിലുണ്ട്. ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയിൽ 2 ബാറുകൾ ബിയർ വൈൻ പാർലറുകളായി പ്രവർത്തനം തുടങ്ങും. എന്നാൽ ഈ മാസം 15 ശേഷമായിരിക്കും പ്രവർത്തനം തുടങ്ങുക എന്നും സൂചന ലഭിച്ചിട്ടുണ്ട്. അടച്ചുപൂട്ടിയ ബാറുകളിൽ നിന്നും മദ്യം ബിവറേജസ് കോർപ്പറേഷൻ തിരിച്ചെടുത്തിരുന്നില്ല. ബിയർ വൈൻ ലൈസൻസിന്റെ മറവിൽ ഇവ വിറ്റഴിക്കുമോ എന്നും ആശങ്ക ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ഇടുക്കി നെറ്റ്. ജനകീയ മദ്യനയം അട്ടിമറിച്ച് അടച്ചുപൂട്ടിയ 418 ബാറുകൾ ബിയർ പാർലറുകളാക്കിയ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് KCBC മദ്യവിരുദ്ധ സമിതി പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയാണ്. ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനമായ ജനുവരി 30 ചെറുതോണിയിലാണ് സമരത്തിന് തുടക്കം. ജനകീയ മദ്യനയം അട്ടിമറിച്ചതിൽ പ്രതിഷേധിച്ചും അടച്ചുപൂട്ടിയ 418 ബാറുകൾ ബിയർ വൈൻ പാർലറുകളാക്കി മാറ്റുന്നതിലും പ്രതിഷേധിച്ചാണ് ഇടുക്കി ജില്ലാ മദ്യവിരുദ്ധ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനമായ ജനുവരി 30 ചെറുതോണിയിൽ പ്രതിഷേധ സമരവും ഉപവാസ യജ്ഞവും സംഘടിപ്പിക്കുന്നത്. മദ്യനിരോധന സമിതി, ഗുരുധർമ്മ പ്രചാര സഭ, ശിവഗിരി മഠം തുടങ്ങി വിവിധ ബഹുജന സംഘടനകളുടെയും നേതൃത്വത്തിലാണ് പ്രതിഷേധ സമരം. പൊതുജനങ്ങൾ നെഞ്ചിലേറ്റിയതും കേരള സമൂഹത്തിന്റെ ഭാവിക്ക് നന്മ വരുത്തുകയും ചെയ്യുമായിരുന്ന ജനകീയ മദ്യനയം അട്ടിമറിക്കപ്പെട്ടതിൽ കടുത്ത അമർഷം രേഖപ്പെടുത്തുന്നതായും ഇതിൽ പ്രതിഷേധിച്ച് സമാന ചിന്താഗതിക്കാരായ മുഴുവൻ സംഘടനകളുമായി ഒത്തുചേർന്ന് ശക്തമായ പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കുമെന്നും മദ്യവിരുദ്ധ സമിതി നേതാക്കൾ പറഞ്ഞു. സർക്കാരിന്റെ പുതിയ മദ്യനയത്തിനെതിരെ KCBCയുടെ നേതൃത്വത്തിൽ വിവിധ സംഘടനകൾ 30-ാം തീയതി സമരം പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇതേക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കുവാൻ KCBCയുടെ ഇടുക്കി രൂപത ജനറൽ സെക്രട്ടറി റോജസ് M. ജോർജ് ഇപ്പോൾ നമ്മോടൊപ്പം സ്റ്റുഡിയോയിൽ ചേരുന്നുണ്ട്. റോജസ്, ഇടുക്കിനെറ്റ് വാർത്തകളിലേക്ക് താങ്കൾക്ക് സ്വാഗതം. റോജസ്, ഇപ്പോൾ KCBCയുടെ നേതൃത്വത്തിൽ സർക്കാരിന്റെ പുതിയ മദ്യനയത്തിനെതിരെ, പ്രത്യേകിച്ചും ബാറുകൾ അടച്ചതിന് ശേഷം വൈൻ പാർലറുകളായി പിന്നീട് മദ്യമായി അത് വഴിമാറും സ്വാഭാവികമായി. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ KCBCയുടെ നേതൃത്വത്തിൽ 30-ാം തീയതി ചെറുതോണിയിൽ സമരം ആരംഭിക്കുന്നത്. എന്തൊക്കെയാണ് സമരത്തിന്റെ ഒരു ലക്ഷ്യം? ഏതൊക്കെ രീതിയിലുള്ള സമരം മുറകളാണ് പരീക്ഷിക്കപ്പെടുന്നത്? വളരെ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം, അതിലെ ഓരോ ജനങ്ങൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും വളരെ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ നെഞ്ചിലേറ്റി കാത്തിരുന്നൊരു നല്ലൊരു തീരുമാനമായിരുന്നു സർക്കാർ ആദ്യമേ തന്നെ കൊണ്ടുവന്ന നയം. VM സുധീരന്റെയൊക്കെ നേതൃത്വത്തിൽ
അതിന് സമ്പൂർണ്ണ മദ്യനിരോധനത്തിലേക്ക് കേരളത്തെ കൊണ്ടുവരും എന്നുള്ള ഗവൺമെന്റിന്റെ ഉറപ്പ് ജനങ്ങൾക്ക് വളരെ ആശ്വാസമായിരുന്നു. പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം അത് മദ്യവിമുക്തമാകും. അനേകം കുടുംബങ്ങളിൽ നിന്ന് കണ്ണുനീരും അനേകം കണ്ണുനീരിന്റെയും ശാപത്തിന്റെയും ഒക്കെ ആ അവസ്ഥയിൽ നമ്മുടെ കേരള ജനത മോചനം പ്രാപിക്കുമല്ലോ എന്നുള്ള വളരെ വലിയ പ്രതീക്ഷയായിരുന്നു KCBC മദ്യവിരുദ്ധ സമിതിക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ അടുത്ത കാലത്ത് ഗവൺമെന്റ് അതിൽ നിന്ന് ജനകീയ മദ്യനയം അത് ഗവൺമെന്റ് തന്നെ അത് അട്ടിമറിക്കുവാനായിട്ട് ഗവൺമെന്റ് സ്വമേധയോ അല്ലെങ്കിൽ ഗവൺമെന്റിന് പുറമേ നിന്നുള്ള വലിയ ഒരു സ്വാധീനം ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാവാം. ഗവൺമെന്റ് ഇന്ന് പിന്നോക്കം പോകുന്നു. ഈ സാഹചര്യത്തിലാണ് എല്ലാ വിഭാഗം സമാന ചിന്താഗതിക്കാരായ മുഴുവൻ ആൾക്കാരെയും ചേർത്തുകൊണ്ട് ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനമായ ജനുവരി 30 ചെറുതോണിയിൽ ഉപവാസ സമരവും പ്രതിഷേധ സമരവും ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. റോജസ്, ഇതിൽ വളരെ ശ്രദ്ധേയമായ 1-2 കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും ബാറുകൾ പൂട്ടാൻ VM സുധീരന്റെ നേതൃത്വത്തിൽ എടുത്ത ശക്തമായ നിലപാടുകൾ തന്നെയാണ് ബാറുകൾ പൂട്ടുക എന്നുള്ളത്. പക്ഷേ ബാറുകൾ അടച്ചു പൂട്ടിയതിനേക്കാൾ ഇരട്ടി വേഗത്തിൽ തന്നെ ഇത് തിരിച്ചെത്തുന്നു. അത് ബിയർ പാർലറുകളായി തന്നെയാണ് വരുന്നത്. പിന്നീട് ഇത് മദ്യം വിൽപ്പന നടത്താനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൊടുക്കും. കാരണം ഇത് സർക്കാരിന്റെ നിലനിൽപ്പിന്റെ ഭാഗം കൂടിയാണ്. ഈ സാഹചര്യത്തിൽ ഈ സമരം കൊണ്ട് അല്ലെങ്കിൽ ഈ സംഘടനകളെ സംയോജിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഈ സമരം കൊണ്ട്, ഇടുക്കി ജില്ലയിൽ നടത്തുന്ന ഈ സമരം കൊണ്ട് വ്യാപകമായി കേരളത്തിൽ മൊത്തത്തിൽ ഒരു മാറ്റം ഈ മദ്യനയത്തിന്റെ കാര്യത്തിൽ ഉണ്ടാക്കാൻ കഴിയുമെന്ന് വിശ്വാസമുണ്ടോ? അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണ് KCBC പോലെയുള്ള പ്രത്യേകിച്ച് കത്തോലിക്ക സഭയ്ക്ക് ഇത്തരം ഈ മദ്യം പോലെയുള്ള സാമൂഹ്യ തിന്മകൾക്കെതിരെ ഒരു കാരണവശാലും നിലപാടെടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സാഹചര്യങ്ങളിൽ എല്ലാ ജനങ്ങളെയും ഒന്നിപ്പിച്ചുകൊണ്ട് നമ്മൾ ശരിക്കും ജാഗ്രതയോടെ നീങ്ങേണ്ട ഒരു കാര്യമാണിത്. ശരിക്കും ജാഗ്രത പാലിക്കേണ്ട കാലഘട്ടമാണ്. എല്ലാ വിഭാഗം ജനങ്ങളും ഒന്നിച്ച് ഈ ഒരു വലിയ ധർമ്മസമരത്തിൽ പങ്കാളികളാകുകയും കേരളത്തെ ഒരു തുള്ളി മദ്യം പോലും കേരളത്തിൽ വിൽക്കുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു ശരിക്കും പറഞ്ഞ ഇതൊരു പുണ്യ പ്രവൃത്തി തന്നെയാണ് ഈ മദ്യം എന്ന കൊടും തിന്മയെ കേരളത്തിൽ നിന്ന് മാറ്റുക എന്നുള്ളത്. അതിനുവേണ്ടി സർക്കാരിന്റെ സമ്മർദ്ദം ചെലുത്തുക, നമ്മളാൽ കഴിയുന്ന സമരങ്ങളായാലും ഏത് തരത്തിൽ ഉള്ള സമാന ചിന്താഗതിക്കാരായ എല്ലാവരുമായിട്ട് യോജിച്ച് നിന്നുകൊണ്ടുള്ള ഒരു കൂട്ടായ്മയുടെ പ്രവർത്തനത്തിലൂടെ ഗവൺമെന്റിനെ ഇതിനെ ഉത്തേജിപ്പിക്കുക, കേരളത്തെ വിമോചിപ്പിക്കുക, കേരളത്തെ സമ്പൂർണ്ണ ഒരു തുള്ളി മദ്യം പോലും ലഭിക്കാത്ത ദൈവത്തിന്റെ സ്വന്തം നാട്. വിദേശികളൊക്കെ കേരളത്തിൽ ഇങ്ങോട്ട് വരുന്ന ഗവൺമെന്റ് ഉമ്മൻചാണ്ടിയൊക്കെ പറയുന്നത് മദ്യം കിട്ടാതെ വന്നാൽ അവർ വരികയില്ലെന്നാണ്. അതെന്ത് തന്നെ വിരോധാഭാസമാണ്. വിദേശികൾ ഇവിടെ വരുന്നത് ദൈവത്തിന്റെ സ്വന്തം നാടാണ്. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ മദ്യം ലഭിക്കുമോ? മദ്യമോ ഇപ്പൊ നമ്മൾ ഈ പത്രത്തിലൊക്കെ കാണുന്ന പോലെ ചുംബന പേക്കൂത്തുകളും ഇതൊക്കെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ നമുക്ക് ഒരിക്കലും പാടില്ലാത്ത സംഗതികളാണ്. ഇതിനൊക്കെതിരെ അതിശക്തമായ നിലപാടെടുക്കുന്ന നല്ല മനസാക്ഷിയുടെ സ്വരം, മനസാക്ഷിക്ക് അതിന് ഉത്തരം കൊടുക്കുന്ന ജനങ്ങളെ എല്ലാ വിഭാഗങ്ങളും ഒരുമിപ്പിച്ച് ചേർത്തുകൊണ്ട് കേരളത്തെ വിമോചിപ്പിക്കുക, കേരളത്തിനെ ഐശ്വര്യസമ്പൂർണ്ണമാക്കുക, ഗവൺമെന്റിന്റെ നിലപാടുകളെ മാറ്റിമറിച്ചുകൊണ്ട് VM സുധീരനെ പോലെയുള്ള ആൾക്കാരെടുക്കുന്ന നിലപാടുകൾക്ക് ശക്തമായ പിന്തുണയും കൊടുക്കുക എന്നുള്ളതാണ് ഈ സമരത്തിന്റെ ഉദ്ദേശം. റോജസ്, സമരങ്ങളുടെ ഒരു ഏറ്റവും കൂടുതൽ ജനകീയ സമരങ്ങൾ ഉരുത്തിരിയുകയും ഇതൊക്കെ അടിച്ചമർത്തപ്പെടുകയും ചെയ്ത ഒരു കൊച്ചു ജില്ലയാണ് ഇടുക്കി. ഫലം കാണാത്ത നിരവധി സമരങ്ങൾ ഇപ്പോഴുമുണ്ട്. പട്ടയവും മുല്ലപ്പെരിയാറും ഒക്കെ പൂർണ്ണമായും ഫലപ്രാപ്തിയിലെത്താത്ത സമരങ്ങളാണിത്. ഇത് മദ്യം അത് നിരോധിക്കേണ്ടത് തന്നെയാണ്, തർക്കമില്ലാത്ത കാര്യം. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില വസ്തുത, പ്രത്യേകിച്ചും AK ആന്റണി സർക്കാർ ചാരായം നിരോധിക്കുന്നു. പക്ഷേ ചാരായം നിരോധിച്ചതുകൊണ്ട് സമൂഹത്തിൽ നിന്നും ചാരായത്തിന്റെ ഒരു നിയന്ത്രണം സാധ്യമായിട്ടുണ്ടോ? വ്യാജമാറ്റുകാർ സജീവമായി. ഞങ്ങൾ കഴിഞ്ഞ ദിവസവും റിപ്പോർട്ട് ചെയ്തിരുന്നു, വ്യാജ ചാരായവുമായി പ്രതികളെ പിടിക്കുന്നു. ഒരാഴ്ചയിൽ തന്നെ 10-20ഓളം ചാരായ കേസുകളാണ് ഓരോ റേഞ്ചുകളിലും റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ സാഹചര്യത്തിൽ ഇനിയൊരു മദ്യ നിരോധനം ഈ സർക്കാരിന്റെ കാലത്ത് വന്നാൽ തന്നെ വരും സർക്കാരുകൾ ഇത് പിന്തുടരണമെന്നില്ല. പൂർണ്ണമായി സമൂഹത്തിൽ നിന്നും ഇത് തുടച്ചു മാറ്റാൻ കഴിയുമെന്നും തോന്നുന്നില്ല. ഇതിനൊക്കെ വേണ്ടത് ഒരുതരം ബോധവൽക്കരണം, അത്തരം പരിപാടികളൊക്കെ തന്നെയാണ്. ഈ സമരത്തിന്റെ ഒരു ശുഭാപ്തി വിശ്വാസത്തെക്കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. ഗവൺമെന്റും ഒരുപക്ഷെ ഇങ്ങനെ ഒരു നിലപാടിനെ അല്ലെങ്കിൽ സ്വീകരിക്കുന്നുണ്ടാവാം. കാരണം ഇത് നിസ്സാര ഒരു ഏർപ്പാടല്ലെന്ന് ഞങ്ങൾക്കും അറിയാം. സമ്പൂർണ്ണ മദ്യനിരോധനം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് അത്ര എളുപ്പമല്ല. അതാണ് തന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ VM സുധീരനൊക്കെ എടുത്തു ഗവൺമെന്റ് ഘട്ടം ഘട്ടമായിട്ട് മദ്യനിരോധനം 10% വീതം ബീവറേജസിന്റെ ഔട്ട്ലെറ്റുകൾ കുറയ്ക്കുക, ഇങ്ങനെയുള്ള അല്ലാതെ പെട്ടെന്ന് ഒരു സുപ്രഭാതം നടക്കുന്ന കാര്യമല്ല എന്ന് ഞങ്ങൾക്കും ബോധ്യമുണ്ട്. പക്ഷേങ്കിൽ അതിനുവേണ്ടി ഒരു നല്ല ഇച്ഛാശക്തിയോടുകൂടി മറ്റ്
എതിർപ്പുകളെല്ലാം അവഗണിച്ചുകൊണ്ട് തീർച്ചയായിട്ടും മദ്യ നിരോധനം കേരളത്തിൽ കൂടിയേ തീരൂ. കാരണം കണ്ണുനീരിന്റെയും ശാപത്തിന്റെയും വരുമാനം 7,500 കോടി രൂപയും മറ്റൊക്കെ ഗവൺമെന്റ് വരുമാനം കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആ വരുമാനം കണ്ണുനീരിന്റെയും ശാപത്തിന്റെയും പൈസയാണ്. ഈ വരുമാനം കൊണ്ട് സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയാൽ അത് കേരളത്തിന് അത് ഒരിക്കലും ഗുണമാവുകയില്ല എന്നുള്ള തിരിച്ചറിവും അങ്ങനെ തീർച്ചയായിട്ടും ഇതുണ്ട് എന്ന് തന്നെ ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് KCBC പോലെയുള്ള മുന്നണികൾക്ക്, പ്രത്യേകിച്ച് സഭാ സംവിധാനങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ട് നിലകൊള്ളുകയും ആര് ഇതിന് പിന്തുണ കൊടുക്കുന്നോ അവർക്കെല്ലാം ഞങ്ങളുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകും. ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ വലിയൊരു സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി, തീർച്ചയായിട്ടും പറഞ്ഞതുപോലെ ഇത് എളുപ്പമുള്ള കാര്യമല്ല ഞങ്ങൾക്ക് പറയാം. എങ്കിലും നല്ല നിലപാടുകൾ, ഉറച്ച നിലപാടുകൾ, ആരുടെയും മറ്റ് എതിർപ്പുകളെയൊന്നും കൂസാതെ കൊണ്ട് കേരളത്തെ ഒരു ഐശ്വര്യസമ്പൂർണ്ണമാക്കാനുള്ള ആ നിലപാട് ഗവൺമെന്റ് തുടരണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. നന്ദി ശ്രീ റോജസ് ജോർജ്. ഇടുക്കി നെറ്റ് വാർത്തകളുടെ സ്റ്റുഡിയോയിലെത്തി പ്രതികരിച്ചതിന് താങ്കളുടെയും താങ്കളുടെ സംഘടനകളുടെയും സഹസംഘടനകളുടെയും നേതൃത്വത്തിൽ നടത്തുന്ന ഇത്തരം ധീരോദാത്തമായ സമരങ്ങൾക്ക് ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നന്ദി. വാർത്തയിലേക്ക് തിരിച്ചു വരാം. ഇനി ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ വാർത്തകളിലേക്ക്. ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് തൊടുപുഴയിൽ തുടക്കമായി. 8 വേദികളിലായി നടക്കുന്ന കലോത്സവത്തിന്റെ ഉദ്ഘാടനം മന്ത്രി PJ ജോസഫ് നിർവഹിച്ചു. മത്സരങ്ങൾക്ക് മുന്നോടിയായി വിളംബര ഘോഷയാത്രയും നടന്നു. ഡീൻ കുര്യാക്കോസിനെ കാലുവാരി തോൽപ്പിച്ച സംഭവത്തിന്റെ സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരണമെന്ന് മുൻ MP PT തോമസ് ആവശ്യപ്പെട്ടു. മാധവ് ഗാഡ്ഗിൽ പ്രശ്നമല്ല ഡീൻ കുര്യാക്കോസിന്റെ തോൽവിക്ക് പിന്നിലെന്ന് ഇടുക്കിയിലെ 90% ജനങ്ങൾക്ക് അറിയാമെന്നിരിക്കെ ഈ സത്യം പുറത്തു കൊണ്ടുവരേണ്ടത് KPCC ആണെന്നും PT തോമസ് പറഞ്ഞു. ഇടുക്കി ജില്ലയിലെ 99% കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും ഉറച്ചു വിശ്വസിക്കുന്നു തെരഞ്ഞെടുപ്പിൽ ഡീൻ കുര്യാക്കോസിനെ കാലുവാരാൻ സംഘടിതമായ ശ്രമം നടന്നു. അല്ലാതെ മാധവ് ഗാഡ്ഗിൽ പ്രശ്നം കൊണ്ടല്ല കോൺഗ്രസ് തോറ്റിട്ടുള്ളത്. ഡീൻ കുര്യാക്കോസിനെ കാലുവാരി തോൽപ്പിക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ് എന്ന് ഇടുക്കിയിലെ 99% ജനങ്ങൾ, വെറും പാർട്ടിക്കാർ മാത്രമല്ല LDFകാരുൾപ്പെടെ വിശ്വസിക്കുന്നുണ്ട്. അതിന്റെ സത്യം എന്താണെന്ന് വെളിപ്പെടുത്തേണ്ട ബാധ്യത KPCCക്കാണ്. ആ സത്യം പുറത്തു വരട്ടെ. നമ്മുടെ യുവ സ്നേഹിതൻ ഡീൻ കുര്യാക്കോസ് തോറ്റു. ആ തോൽവിയുടെ കാര്യങ്ങൾ KPCC പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചു എന്ന് മാധ്യമങ്ങളിലൂടെ കാണുന്നു. റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ KPCC അതിനുവേണ്ട നടപടി സ്വീകരിക്കണം. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് കൊണ്ടുവന്ന 2 കിലോ കഞ്ചാവ് അതിർത്തി ചെക്ക് പോസ്റ്റിൽ പരിശോധനയ്ക്കിടെ എക്സൈസ് സംഘം പിടിച്ചെടുത്തു. KSRTC ബസിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെടുത്തത്. പ്രതികളെയും പിടികൂടിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് വരികയായിരുന്ന KSRTC ബസിൽ നിന്നും കഞ്ചാവ് പിടികൂടി. കുമളി അതിർത്തി ചെക്ക് പോസ്റ്റിൽ എക്സൈസ് ഉദ്യോഗസ്ഥർ ബസിനുള്ളിൽ പരിശോധന നടത്തുന്നതിനിടെ പിൻസീലിരുന്ന പാണ്ഡ്യന്റെ പെരുമാറ്റത്തിൽ സംശയമുണ്ടായതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയായിരുന്നു. ബ്രൌൺ പേപ്പറിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചിരുന്ന കഞ്ചാവ് കണ്ടെടുക്കുകയായിരുന്നു. ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് മറ്റു 2 പേരെ കുറിച്ചുള്ള വിവരം ലഭിച്ചത്. കമ്പത്തുനിന്ന് വാങ്ങിയ കഞ്ചാവ് ശ്യാംകുമാറും ജാഹിർ ഹുസൈനും ചേർന്ന് പാണ്ഡ്യന്റെ കൈവശം കൊടുത്തുവിടുകയായിരുന്നു. ഇരുവരും ബസിനെ പിന്തുടർന്ന് കുമളി സ്വകാര്യ ബസ് സ്റ്റാൻഡിലെത്തി കാത്തുനിന്നു. ഇതിനിടയിലാണ് പാണ്ഡ്യൻ എക്സൈസ് ഉദ്യോഗസ്ഥരെ പിടിയിലാവുന്നത്. ഇയാൾ നൽകിയ വിവരത്തെ തുടർന്ന് ഉദ്യോഗസ്ഥർ ബസ് സ്റ്റാൻഡിലെത്തി 2 പേരെയും കസ്റ്റഡിയിലെടുത്തു. ആവശ്യക്കാർക്ക് ചെറു പൊതികളാക്കി കഞ്ചാവ് വിൽപ്പന നടത്തുന്നയാളാണ് ജാഹിർ ഹുസൈൻ. എക്സൈസ് ഇൻസ്പെക്ടർ KS സജീവ് കുമാർ, പ്രിവന്റീവ് ഓഫീസർമാരായ മുരളീധരൻ നായർ, ഷാഫി അരവിന്ദാഷൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ജോസി വർഗീസ്, A ജോൺസൺ, TV സതീഷ് തുടങ്ങിയവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കുമളി.
ഇനി ജനങ്ങൾക്കുമുണ്ട് പറയാൻ. ചുംബന സമരം ആവശ്യമോ? ചുംബന സമരത്തിന്റെ പ്രസക്തി സമൂഹം വിലയിരുത്തുന്നു. ജനങ്ങൾക്കുമുണ്ട് പറയാൻ. പ്രതിഷേധ സമരമാണെന്നാണല്ലോ പറയുന്നത്. പ്രതിഷേധിക്കാൻ അല്ലാതെ വേറെ മാർഗങ്ങളുണ്ട് ഒരുപാട്. അപ്പം സദാചാര പോലീസിനെതിരെയാണെന്നൊക്കെയാണ് വാർത്ത. പക്ഷേ സദാചാരം എന്ന് പറയുന്നത് എന്നാ എങ്ങനെയാ ഇപ്പോൾ പറയുന്നത്? ഞാനൊരു പ്രതിഷേധിക്കാൻ അതിനേക്കാൾ അനുകൂലമായ അല്ലെങ്കിൽ അതിനേക്കാളും നല്ല മാർഗങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. രഹസ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ രഹസ്യമായിട്ട് തന്നെ ചെയ്യണം. അത് ബെഡ്റൂമിൽ ചെയ്യേണ്ടത് സിറ്റ് ഔട്ടിൽ ചെയ്യുന്ന പോലത്തെ അതേ വൃത്തികേട് തന്നെയാണ്. നമ്മുടെ സംസ്കാരത്തിന് യോജിച്ച ഒരു കാര്യമല്ല തീർച്ചയായിട്ടും. കാരണം ചുംബന സമരം വീട്ടിൽ വെച്ച് നടത്തേണ്ട പരിപാടിയാണ്. അത് വെളിയിൽ ഇറങ്ങിയല്ല ചുംബന സമരം നടത്തുന്നത്. VT സെബാസ്റ്റ്യൻ വിടവാങ്ങിയിട്ട് 1 വർഷം. ജില്ലയുടെ വികസനത്തിന് നിർണായകമായ പങ്കുവഹിച്ച വ്യക്തിത്വമായിരുന്നു VT സെബാസ്റ്റ്യൻ. VT സെബാസ്റ്റ്യന്റെ ഓർമ്മകളിലേക്കൊരു തിരിഞ്ഞുനോട്ടം. നാട്ടുകാർക്കും പാർട്ടിക്കുള്ളിലുമെല്ലാം VT സെബാസ്റ്റ്യൻ പ്രിയപ്പെട്ട പാപ്പൻ ചേട്ടനായിരുന്നു. അവശതകൾ തളർത്താത്ത വാർദ്ധക്യമായിരുന്നു അദ്ദേഹത്തിന്റേത്. ശാരീരിക ബുദ്ധിമുട്ടുകളെ മനസാന്നിധ്യം കൊണ്ട് അതിജീവിച്ച വാർദ്ധക്യകാലം. അവസാന കാലത്തും ജില്ലയിൽ കർഷകർ നടത്തിയ പോരാട്ടങ്ങളുടെ മുൻനിരയിൽ ഈ കർഷക നേതാവ് ഉണ്ടായിരുന്നു. കോട്ടയം ജില്ലയിലെ മീനച്ചിൽ താലൂക്കിൽ വരിക്കമാക്കൽ തോമസിന്റെയും അന്നമ്മയുടെയും മകനായി 1930 ജൂൺ 15 ജനിച്ചു. 1952 കട്ടപ്പനയ്ക്കടുത്ത് വലിയ തോവാളയിൽ താമസം ആരംഭിച്ചു. പിന്നീട് കുന്തളംപാറയിൽ സ്ഥിരതാമസമാക്കി. 1957 കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി രൂപീകൃതമായപ്പോൾ മണ്ഡലം പ്രതിനിധി, സെക്രട്ടറി, പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. 1962 കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് രൂപീകൃതമായപ്പോൾ പ്രഥമ പ്രസിഡന്റായി. 1978 വരെ പ്രസിഡന്റ് പദവി തുടർന്നു. 1960 നടന്ന കുടിയിറക്കലിൽ കർഷകരോടൊപ്പം ചേർന്ന് സർക്കാരിനെതിരെ നിലപാട് സ്വീകരിക്കുകയും ചുരുളി, കീരിത്തോട്, തോപ്രാംകുടി, കരിമ്പൻ എന്നിവിടങ്ങളിൽ കർഷകർക്കൊപ്പം സർക്കാരിനെതിരെ സമരം ചെയ്യുകയും ചെയ്തു. 1964 കേരള കോൺഗ്രസ് രൂപീകൃതമായപ്പോൾ പാർട്ടിയിൽ ചേർന്നു. 1970 ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിൽ നിന്നും KT ജേക്കബിനെ തോൽപ്പിച്ച് MLA ആയി. 1977 ഇടുക്കി നിയോജക മണ്ഡലത്തിൽ നിന്നും വീണ്ടും നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 1972 കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റും 1976 കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായി. 1996 വരെയും 2001 മുതൽ 2006 കാലയളവിൽ കേരള സ്റ്റേറ്റ് ഹൌസിംഗ് ബോർഡ് ചെയർമാനായി പ്രവർത്തിച്ചു. PT ചാക്കോയും കോൺഗ്രസും തമ്മിലകന്നപ്പോൾ PT ചാക്കോയ്ക്കൊപ്പം VT ഉറച്ചുനിന്നു. പിന്നീട് KM മാണി, PJ ജോസഫ്, TM ജേക്കബ് തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കൾ കേരള കോൺഗ്രസ് നേതൃനിരയിൽ നിൽക്കുമ്പോഴാണ് VT സെബാസ്റ്റ്യൻ പാർട്ടി ചെയർമാനാകുന്നത്. പാർട്ടിയുടെ അകത്തും പുറത്തും അത്രത്തോളം കരുത്തനായിരുന്നു അദ്ദേഹം. 1978 മുതൽ 1981 വരെയും 1985 മുതൽ 1987 വരെയും കേരള കോൺഗ്രസ് ചെയർമാനായി പ്രവർത്തിച്ചു. കൂടാതെ 1963 മുതൽ 16 വർഷക്കാലം കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി. കട്ടപ്പനയെ വികസിത പട്ടണമാക്കി മാറ്റുന്നതിൽ VT സെബാസ്റ്റ്യൻ നിർണായകമായ പങ്കാണ് വഹിച്ചത്. S. സൂര്യലാൽ, ന്യൂസ് ഡെസ്ക്, ഇടുക്കിനെറ്റ്. ജീവിച്ചിരുന്നപ്പോൾ തന്നെ VT സെബാസ്റ്റ്യന്റെ മഹത്വം കട്ടപ്പനക്കാർ തിരിച്ചറിഞ്ഞിരുന്നു. VT സെബാസ്റ്റ്യനോടുള്ള ആദര സൂചകമായാണ് അമ്പലക്കവലയ്ക്ക് സമീപം നാട്ടുകാർ VT-പടി എന്ന പേര് നൽകുകയും VT നഗർ റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിക്കുകയും ചെയ്തത്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു വ്യക്തിയുടെ മഹത്വം തിരിച്ചറിഞ്ഞവരാണ് കട്ടപ്പന അമ്പലക്കവലയ്ക്ക് സമീപം VT-പടിയിലുള്ളത്. ഇടുക്കി ജില്ലയുടെ വികസനത്തിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിത്വമായിരുന്നു VT സെബാസ്റ്റ്യൻ XMLA-യുടേത്. ഏവരുടെയും പാപ്പൻ ചേട്ടൻ എന്നറിയപ്പെടുന്ന VT സെബാസ്റ്റ്യനോടുള്ള ആദരസൂചകമായാണ് ജനങ്ങൾ ഈ മേഖലയ്ക്ക് VT-പടി എന്ന പേര് നൽകുകയും VT നഗർ റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിക്കുകയും ചെയ്തത്. ശ്രീ VT സെബാസ്റ്റ്യൻ മരണമടഞ്ഞിട്ട് ഇന്ന് 1 വർഷം പൂർത്തിയാകുന്ന ദിവസമാണ്. ഇടുക്കിയുടെ വികസന കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തിയിരുന്ന അദ്ദേഹം പലതവണ നമ്മുടെ MLA ആയിരുന്നു. അദ്ദേഹം ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഞങ്ങളിവിടെ ഒരു റെസിഡൻസ് അസോസിയേഷൻ സ്ഥാപിക്കുകയുണ്ടായി. അന്ന് ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ രക്ഷാധികാരി അദ്ദേഹം തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷം ഇപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ ഓർക്കുന്നു. ഇന്ന് ഈ റെസിഡൻസ് അസോസിയേഷൻ വളരെ ഭംഗിയായിട്ട് ഈ പ്രദേശത്തുള്ള കുടുംബങ്ങളുടെ എല്ലാം
ചുമതലയേറ്റുകൊണ്ട് വളരെ ഭംഗിയായിട്ട് നടന്നു വരികയാണ്. കട്ടപ്പനയിലെ എല്ലാ വികസന കാര്യങ്ങളിലും കട്ടപ്പനയിൽ ആരംഭിച്ച എല്ലാ സർക്കാർ ഓഫീസുകളും ഗവൺമെൻറ് ITയും ഗവൺമെൻറ് കോളേജും ഹൗസിംഗ് ബോർഡ് കോംപ്ലക്സുകളും അടക്കം കട്ടപ്പനയിൽ ഇന്ന് കാണുന്ന എല്ലാ ഗവൺമെൻറ് സൗകര്യങ്ങളും ഒരുക്കിയ കട്ടപ്പനയ്ക്ക് ഒരു വികസനത്തിൻ്റെ മാതൃക ഇല്ല അടിത്തറ കുറിച്ച ആളാണ്, ആ വ്യക്തിയാണ് പാപ്പഞ്ഞൻ്റെ ഒരു വിടവ് ഇപ്പോഴും നമുക്ക് കട്ടപ്പനയ്ക്കുണ്ട്. 3 വർഷം മുമ്പാണ് പ്രദേശവാസികൾ മേഖലയ്ക്ക് VT നഗർ എന്ന പേര് നൽകിയത്. VT സെബാസ്റ്റ്യനെ രക്ഷാധികാരിയായപ്പോൾ ആദ്യം അതിന് അദ്ദേഹം എതിർപ്പ് പ്രകടിപ്പിച്ചു. പിന്നീട് ഏവരുടെയും സ്നേഹപൂർവ്വമായ അഭ്യർത്ഥന അദ്ദേഹത്തിന് ഏറ്റെടുക്കേണ്ടി വന്നു. VT നഗർ റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് റജി കോഴിമലയും സെക്രട്ടറി ബാലകൃഷ്ണൻ പുൽപ്പാറയുമാണ്. 180ഓളം അംഗങ്ങളാണ് VT നഗർ റെസിഡൻസ് അസോസിയേഷനിൽ ഉള്ളത്. ഇടുക്കി ജില്ലയ്ക്ക് നിരവധി സംഭാവനകൾ നൽകിയ വ്യക്തിത്വമായിരുന്നു ശ്രീ VT സെബാസ്റ്റ്യൻ XMLAയുടേത്. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിനോടുള്ള ആദരവ് പ്രകടിപ്പിച്ച് ഈ പ്രദേശത്തെ ആളുകൾ അദ്ദേഹം താമസിച്ചിരുന്ന അല്ലെങ്കിൽ ജീവിച്ചിരുന്ന ഈ പ്രദേശത്തിന് VT പടി എന്ന പേര് നൽകി. മാത്രമല്ല, ഇവിടുത്തെ റെസിഡൻഷ്യൽ അസോസിയേഷൻ അറിയപ്പെടുന്നത് VT നഗർ എന്നാണ്. റിപ്പോർട്ടർ ബിബിൻ കുറ്റിയിലിനോടൊപ്പം S സൂര്യലാൽ, ഇടുക്കി നെറ്റ് ന്യൂസ്. VT സെബാസ്റ്റ്യന്റെ 1ാം ചരമവാർഷികവും അനുസ്മരണ സമ്മേളനവും ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്ക് കട്ടപ്പന മിനി സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കും. അനുസ്മരണ യോഗത്തിൽ ഏവരും പങ്കെടുക്കണമെന്ന് കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് TJ ജേക്കബ് അറിയിച്ചു. ശ്രീ VT സെബാസ്റ്റ്യനെ കുറിച്ച് നമ്മൾ ഓർമ്മ പുതുക്കുമ്പോൾ അദ്ദേഹം കട്ടപ്പനയുടെ ശില്പിയാണ് എന്ന് നമുക്ക് വളരെ അഭിമാനത്തോടുകൂടി പറയുവാൻ കഴിയും. ദീർഘകാലം MLA, കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിൻ്റെ ചെയർമാനായി 2 വട്ടം, അതുപോലെ തന്നെ പാർട്ടിയുടെ ഏറ്റവും ഉന്നതനായ പോസ്റ്റിൽ ചെയർമാനായി അദ്ദേഹം ദീർഘകാലം പ്രവർത്തിച്ചു. അതുപോലെ തന്നെ ഇടുക്കി ജില്ലാ ബാങ്കിൻ്റെ 2 ടേം അദ്ദേഹം പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചു. ഒരു കുടിയേറ്റ കർഷകനായി കട്ടപ്പനയിൽ വന്ന് കട്ടപ്പനയുടെ ഒരു ഭാഗമായി മാറി തീർന്ന ശ്രീ VT സെബാസ്റ്റ്യൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ കേരള കോൺഗ്രസ് പാർട്ടി നമോഭാഗം അർപ്പിക്കുന്നു. അദ്ദേഹത്തുള്ള ആദരസൂചകമായി നാളെ അനുസ്മരണ യോഗം കട്ടപ്പന പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ നടത്തപ്പെടുന്നു. എല്ലാവരും ആ യോഗത്തിൽ പങ്കെടുക്കണമെന്ന് വിനീതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. VT സെബാസ്റ്റ്യന്റെ കുറവ് രാഷ്ട്രീയ കേരളത്തിന് നികത്താനാവാത്തതാണെന്ന് കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജാൻസി ബേബി അനുസ്മരിച്ചു. കട്ടപ്പനയുടെ വികസന ശില്പിയായ അദ്ദേഹത്തിന്റെ പ്രവർത്തനശൈലിയും കാഴ്ചപ്പാടുകളും പുതുതലമുറയ്ക്ക് മാതൃകയാക്കാവുന്നതാണെന്നും ജാൻസി ബേബി പറഞ്ഞു. ശ്രീ VT സെബാസ്റ്റ്യൻ നമ്മളിൽ നിന്നും വേർപിരിഞ്ഞു പോയിട്ട് ഇന്ന് 1 വർഷം തികയാണ്. എൻ്റെ വ്യക്തിപരമായ രീതിയിൽ ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇടുക്കിയുടെ, പ്രത്യേകിച്ച് കട്ടപ്പനയുടെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗങ്ങളിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച വ്യക്തി ആയിരുന്നു ശ്രീ VT സെബാസ്റ്റ്യൻ. നമുക്കറിയാം, നമ്മുടെ കട്ടപ്പനയുടെ നായകൻ എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കും. കട്ടപ്പനയുടെ പുരോഗതിക്ക് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ച് വളരെയധികം പോരാടി കട്ടപ്പനയെ കട്ടപ്പനയാക്കി മാറ്റിയ ജനനായകൻ, കട്ടപ്പനയുടെ പിതാവ് ആണ് ശ്രീ VT സെബാസ്റ്റ്യൻ. അതുപോലെ നമുക്കറിയാം, നമ്മുടെ കട്ടപ്പന പഞ്ചായത്തിന്റെ ആദ്യ പ്രസിഡന്റായിരുന്നു. 3 ടേം പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് തുടർന്നു. കട്ടപ്പനയ്ക്ക് ഒരു മുഖച്ഛായ ഉണ്ടാക്കി വിവിധ ഗവൺമെന്റ് ഓഫീസുകളും സർക്കാർ സ്ഥാപനങ്ങളും കട്ടപ്പനയിലേക്ക് എത്തിക്കുവാനും വളരെയധികം പരിശ്രമിച്ചിട്ടുണ്ട് ശ്രീ VT സെബാസ്റ്റ്യൻ. ജവഹർ നഗർ റെസിഡൻസ് അസോസിയേഷന്റെ 4ാമത് വാർഷികാഘോഷം കട്ടപ്പനയിൽ നടന്നു. റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റായി 2ാം തവണയും ബേബി കുര്യനെ തെരഞ്ഞെടുത്തു. കട്ടപ്പന ടൗണിലെ റെസിഡൻസ് അസോസിയേഷനായ ജവഹർ നഗർ റെസിഡൻസ് അസോസിയേഷന്റെ 4ാമത് വാർഷികാഘോഷവും പൊതുസമ്മേളനവും കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. ചടങ്ങിൽ അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി അരുൺകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. JRA അസോസിയേഷൻ രക്ഷാധികാരി ജാൻസി ബേബി, ഫിലിപ്പ് മലയാറ്റ്, ട്രഷറർ ജോയി വർഗീസ്, അസോസിയേഷൻ പ്രസിഡന്റ് ബേബി കുര്യൻ തുടങ്ങിയവർ സംസാരിച്ചു. അന്ന് വേണമെങ്കിൽ നമുക്ക് പുതിയോ അന്ന് ഈ ഒരു ഇലക്ഷനും കണക്കൂടെ അവതരിപ്പിക്കാം എന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു. അപ്പോൾ കമ്മിറ്റിയിൽ തന്നെ എല്ലാ ആൾക്കാരും പറഞ്ഞു, ഇനിയിപ്പം നമ്മുടെ കട്ടപ്പന പഞ്ചായത്തിൽ ഏറ്റവും നല്ല അസോസിയേഷനാണ് നമ്മുടെ അസോസിയേഷൻ. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ മുൻവർഷ ഭാരവാഹികളെ തന്നെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. പ്രസിഡന്റായി ബേബി കുര്യനെയും ജനറൽ സെക്രട്ടറിയായി ഫിലിപ്പോസ് മത്തായിയെയും ജോയിന്റ് സെക്രട്ടറിയായി അരുൺകുമാറിനെയും ട്രഷററായി ജോയി വർഗീസിനെയും തെരഞ്ഞെടുത്തു. ജോൺ ആനക്കല്ലി, ഫിലിപ്പ് മലയാറ്റ്, KL ജോസ്, സജി മലയാറ്റ്, ടോണി തോമസ്, എബിൻ ചക്കക്കുന്നേൽ, MS സംഷുദ്ദീൻ, VT കുര്യാക്കോസ്, റജി VK, സന്ധ്യ സന്തോഷ്, ബീന ഫ്രാൻസിസ് തുടങ്ങിയവരെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായും തെരഞ്ഞെടുത്തു. ഒരു വ്യത്യസ്തമായ വാർത്തയിലേക്കാണ് ഇനി. അശരണരായ അമ്മമാർക്ക് കൈത്താങ്ങായി ഒരു കുടുംബം.
മുനിയറ സ്വദേശി ജോസുകുട്ടിയും കുടുംബവുമാണ് അശരണരായ അമ്മമാർക്ക് സ്നേഹസ്പർശമായി മാറുന്നത്. പെറ്റമ്മയ്ക്ക് പുറമെ വൃദ്ധരായ 7 അമ്മമാർ കൂടിയുണ്ട് ജോസൂട്ടിക്ക്. ഇടുക്കി ബദേൽ ഗ്രേസ് ഹോമിന്റെ അകത്തളങ്ങളിൽ ജോസൂട്ടിയും കുടുംബവും ഈ അമ്മമാരെ പരിചരിക്കുന്നു. 20 വയസ്സ് മുതൽ രോഗികൾക്കും അശരണർക്കും അഗതികൾക്കും കൈത്താങ്ങായി പ്രവർത്തിച്ച ജോസൂട്ടിയുടെ മനസ്സിലെ സ്വപ്നമായിരുന്നു ഉപേക്ഷിക്കപ്പെടുന്ന വൃദ്ധരായ അമ്മമാർക്ക് വേണ്ടിയുള്ള ഒരു ഭവനം. നാളുകളായിട്ട് ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ പ്രായം ചെന്ന അമ്മമാരെ ഇങ്ങനെ നോക്കണം. വീടുകളിൽ ഒരുപാട് വേദനിക്കുകയും തിരസ്കരിക്കപ്പെടുകയൊക്കെ ചെയ്യുന്ന അമ്മമാർ ഒരുപാടുണ്ട്. അവരുടെ വേദനകൾ നേരിട്ട് അറിഞ്ഞ വ്യക്തിയാണ് ഞാൻ. പല ഓർഫനേജുകളിലും ഇങ്ങനെ ജോലിക്കായിട്ട് ശുശ്രൂഷയ്ക്കായിട്ടൊക്കെ നിന്ന് ഇതിന്റെ ഒരു പരിചയമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അമ്മമാരെ കൊണ്ടുവന്ന് ഇങ്ങനെ സ്വന്തം മക്കള് കൊണ്ട് ഇട്ടിട്ട് പോകുന്ന ഒരു അനുഭവം നേരിട്ട് കണ്ടിട്ടുണ്ട്. അവരുടെ കണ്ണുനീരും മോനെ നീ എന്നെ ഇട്ടിട്ട് പോകല്ലേടാ എന്നൊക്കെ പറഞ്ഞുള്ള അമ്മയുടെ മാറത്തടിച്ചുള്ള നിലവിളിയും തിരിഞ്ഞു നോക്കാതെ പോകുന്ന കൊണ്ട വിട്ടിട്ട് പോകുന്ന മകനെ ഒക്കെ എന്റെ ഓർമ്മയിലും ഇപ്പോഴും ഉണ്ട്. 38-കാരനായ മുനിയറ ചക്കുങ്ക ജോസൂട്ടിയും ഭാര്യ ബിന്ദുവും 63-കാരിയായ സിസ്റ്റർ മേരിക്കുട്ടിയും ചേർന്നാണ് അമ്മ വീട് നോക്കി നടത്തുന്നത്. കാഞ്ഞിരപ്പള്ളി രൂപതയിലെ വൈദികനായ ഫാദർ ആലക്സ് ഉറുമ്പിക്കലാണ് ബദേലിൽ മുമ്പ് ബാലഭവനായി പ്രവർത്തിച്ചിരുന്ന വീട് ജോസൂട്ടിക്ക് നൽകിയത്. പിന്നെ ഇപ്പൊ അച്ഛൻ വഴിയായി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ഥാപനം കിട്ടി. ഞങ്ങള് തുടങ്ങി ഒത്തിരി കഷ്ടപ്പാടുകൾക്ക് നടുവിലാണ് ഇപ്പൊ ഇത് നടന്നുകൊണ്ട് പോകുന്നത്. പിന്നെ അതിന്റെ ദൈവത്തിന്റെ ഒരു പ്രത്യേക അത്ഭുതമായൊരു അത്ഭുത ഇടപെടൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എറണാകുളത്തിലെ അമ്മമാരെ നോക്കുന്നത് കണ്ടപ്പം എനിക്ക് ഒത്തിരി വിഷമം തോന്നി. അവരെക്കാളും നല്ലതായിട്ട് ഇവിടെ കുറെ അമ്മമാരെ നോക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്ന ഒരു ചിന്തയുണ്ട്. 6 മാസം മുമ്പാണ് ഇവിടെ അമ്മമാരുടെ ഭവനം ആരംഭിച്ചത്. മറിയാമ്മയും പൊടിയമ്മയും അന്നമ്മയും അന്നക്കുട്ടിയമ്മയും കാർത്തിയാനിയമ്മയും ലില്ലിയമ്മയും മേരിയമ്മയുമാണ് ഇവിടുത്തെ അന്തേവാസികൾ. ബദൽ സെന്റ് ജേക്കബ് പള്ളി ഇടവകാംഗങ്ങളും നാട്ടുകാരുമെല്ലാം ജോസൂട്ടി ബ്രദറിന് സഹായമെത്തിക്കുന്നു. സഹായിക്കുന്നത് നമ്മുടെ അറിയുന്നവരും ചേട്ടനും കൂട്ടുകാര് അങ്ങനെയുള്ളവരൊക്കെയാണ് ഇപ്പം ഭക്ഷണമായിട്ടും കറി വെക്കാനും അരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എത്തിച്ചു തരുന്നത്. ആദ്യകാലങ്ങളിൽ നമ്മൾ തന്നെ മേടിക്കുമായിരുന്നു. ഇപ്പൊ എല്ലാവരും ഓരോ സാധനങ്ങളായിട്ട് സഹായിക്കാൻ. ഇടവേളയ്ക്ക് ശേഷം തൊടുപുഴയിൽ നടന്നു വന്ന കാർഷിക മേള സമാപിച്ചു. കർഷകർക്കും പുതുതലമുറയ്ക്കുമെല്ലാം പുത്തൻ അറിവുകൾ പകർന്നാണ് മേള സമാപിച്ചത്. ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. സുഹൃത്തുക്കളെ, വസ്ത്രവ്യാപാര രംഗത്ത് കട്ടപ്പനയുടെ തിലകക്കുറിയായ ടെക്സ്റ്റൈൽസ് യുവാക്കളുടെ ഹൃദയം കവർന്നുകൊണ്ട് പുതിയ കളക്ഷനുമായി ടെക്സ്റ്റൈൽസ് സ്ത്രീകൾക്ക് മാത്രമായി. നീ ഇതെങ്ങോട്ടാ? ഞാൻ കൂട്ടുകാരന്റെ കല്യാണത്തിന് പോകാനായിട്ട് ഡ്രസ് എടുക്കാൻ പോവായിരുന്നു. എവിടെ? ചേട്ടൻ നീ വിളിച്ചു പറയുന്ന കടയില്. നിനക്കൊക്കെ പ്രാന്താടാ. നീയൊക്കെ അല്ലേ വേറെ അല്ല അങ്ങോട്ടൊക്കെ പോവൂ. എടാ നിനക്കല്ല കിടുക്കി ഡ്രസ്സ് വേണം. നീ ആ പെട്രോളിലോട്ട് ചെല്ലു. എടാ ചെറുപ്പക്കാർക്കായിട്ടുള്ള കടയാടാ അത്. നല്ല കളക്ഷനാ. പെട്രോൾ ഫാഷൻ, ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ, പള്ളിക്കവല, കട്ടപ്പന. ട്രെൻഡി ഡിസൈൻ. കല്യാണത്തിന് മോൾക്ക് സ്വർണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി. പവിത്ര ഗോൾഡ്, ഹൈറേഞ്ചിലെ ഒരേ ഒരു വെഡിംഗ് ജ്വല്ലറി. സ്ട്രോങ് ഫർണിച്ചർ, ഇൻഡെക്സ് ഫർണിച്ചർ.
ഇൻഡെക്സ് ഫർണിച്ചർ, നിയർ KSRTC ബസ് സ്റ്റാൻഡ്, വെള്ളയാങ്കുടി, കട്ടപ്പന. വാർത്തകൾ തുടരുന്നു. തൊടുപുഴയിൽ നടന്നു വന്ന കാർഷിക മേള സമാപിച്ചു. കർഷകർക്കും പുതുതലമുറയ്ക്കുമെല്ലാം പുത്തൻ അറിവുകൾ പകർന്നാണ് കാർഷിക മേള സമാപിച്ചത്. കർഷകരും നാട്ടുകാരൊന്നാകെയും നെഞ്ചേറ്റിയ തൊടുപുഴ കാർഷിക മേളയ്ക്ക് സമാപനമായി. സമാപന സമ്മേളനത്തിൽ നടൻ ശ്രീനിവാസൻ കർഷക തിലക് അവാർഡുകൾ വിതരണം ചെയ്തു. അപ്പൊ പതുക്കെ അടുത്ത വർഷമാകുമ്പോഴേക്ക് ഈ കാർഷിക മേളയിൽ നാടൻ പശുവിൻ്റെതായ സവിശേഷതകളും കൂടി ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പം സത്യം പറഞ്ഞാൽ ചെറിയൊരു കുറ്റബോധത്തോടുകൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാർഷിക മേള ജോസഫ് സാറിന് ധാരാളം കൃഷി സംബന്ധമായ ഏർപ്പാടുകളുണ്ടെന്ന് ഞാൻ പലതവണ അദ്ദേഹമായിട്ട് സംസാരിക്കണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടുള്ളതാണ്. സാബി റഹീം ദമ്പതികളും മാത്യു ആനീസ് ദമ്പതികളും സൂസമ്മ ബേബിയുടെ കുടുംബവും പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. ഗവൺമെന്റ് ചീഫ് വിപ്പ് PC ജോർജ് അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ മന്ത്രി PJ ജോസഫ്, MJ ജേക്കബ്, S അശോകൻ, TR സോമൻ, അലക്സ് കോഴിമല, KMA ഷുക്കൂർ തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബമേള എന്ന വിഷയത്തിലായിരുന്നു ഇക്കുറി മേള സംഘടിപ്പിച്ചത്. കന്നുകാലി പ്രദർശനം, വടംവലി മത്സരം, പുഷ്പമേള തുടങ്ങി അനേകം പരിപാടികളാണ് മേളയോട് അനുബന്ധിച്ച് നടന്നത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇനി ആരോഗ്യത്തിന് ഹാനികരം. മെഡിക്കൽ കോളേജായി ഉയർത്തിയതോടെ ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ രോഗികൾക്കിത് ദുരിതകാലമാണ്. ആവശ്യമായ മരുന്നുകളോ കിടക്കകളോ ഇല്ലാത്തത് ചികിത്സ തേടിയെത്തുന്ന ആയിരക്കണക്കായ രോഗികളെയാണ് വലയ്ക്കുന്നത്. റോഡപകടങ്ങൾ മൂലമോ പ്രകൃതി ദുരന്തങ്ങൾ മൂലമോ അതീവ ഗുരുതരാവസ്ഥയിലുള്ളവരെ ആദ്യം പ്രവേശിപ്പിക്കുന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരിക്കും. തുടർന്ന് കൂടുതൽ ആധുനിക സൌകര്യമുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലേക്ക് കൊണ്ടുപോകാറുള്ളത് നാം കേട്ടിട്ടുമുണ്ട്. എന്നാൽ വൈറൽ പനിയോ ഛർദിയോ വയറൊഴിച്ചിലോ പോലുള്ള അസുഖങ്ങൾക്ക് ഒരു മെഡിക്കൽ കോളേജിൽ നിന്നും മറ്റൊരിടത്തേക്ക് രോഗികളെ റെഫർ ചെയ്യുന്നത് ഒരിടത്തും കേട്ടുകേഴ്വി പോലുമില്ല. അത്തരമൊരു ചികിത്സാ രീതിയാണ് ഇപ്പോൾ ഇടുക്കി മെഡിക്കൽ കോളേജിലുള്ളത്. പ്രതിദിനം ആയിരക്കണക്കിന് രോഗികളാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇവിടേക്ക് ചികിത്സ തേടിയെത്തുന്നത്. എന്നാൽ ഇവിടെയെങ്ങും രോഗികൾക്ക് നൽകുവാനായി മരുന്നില്ല എന്നതാണ് രോഗികളെ ഇപ്പോൾ വലയ്ക്കുന്നത്. കട്ടിലിൽ 3 പേര് 2 പേരൊക്കെ കിടക്കുന്ന അവസ്ഥ. ഒരു രോഗം കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ 3-4 രോഗം കൊണ്ട് തിരിച്ചു കൊണ്ട് സാഹചര്യം ഒരു രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം. ഡോക്ടേഴ്സിൻ്റെ ആണോ കുറവ് സിസ്റ്റേഴ്സിൻ്റെ എല്ലാ രീതിയിലും മരുന്നുകളാണേലും അതെ, മരുന്നുകളാണേലും ആവശ്യം മരുന്നുകളൊന്നുമില്ല. മരുന്നുകളെല്ലാം പുറത്തും കിട്ടാത്തൊരവസ്ഥ. ഇവിടെ ഈ സാധാരണ ആളുകൾ താമസിക്കുന്നിടത്ത് മരുന്നുകളില്ലാത്തൊരു സാഹചര്യം. പരിശോധിച്ച ശേഷം ഡോക്ടർമാർ മരുന്നുകൾ മെഡിക്കൽ സ്റ്റോറുകളിലേക്ക് കുറിച്ചു നൽകുകയാണ് പതിവ്. ആശുപത്രി അങ്കണത്തിൽ തന്നെ മെഡിക്കൽ സ്റ്റോറുകൾ ഉണ്ടെങ്കിലും കുറിപ്പുകൾ മറ്റു ചില മെഡിക്കൽ സ്റ്റോറുകളിലേക്ക് ആയിരിക്കുന്നത് സർക്കാരിന്റെ ഇളവുകൾ രോഗിക്ക് ലഭിക്കുന്നതിന് തടസ്സമാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിൽ വൈറൽ പനി, വയറിളക്കം തുടങ്ങിയവ ബാധിച്ച് നിരവധി പേർ എത്തുമ്പോഴും ആശുപത്രിയിൽ കിടക്കുവാൻ ആവശ്യത്തിന് ബെഡുകളില്ല എന്നതും രോഗികളെ വലയ്ക്കുന്നുണ്ട്. ഒരു ബെഡിൽ 2-3 പേർ വരെ കിടക്കുന്ന കാഴ്ചയാണ് ഇടുക്കി മെഡിക്കൽ കോളേജിൽ കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു രോഗത്തിന് ചികിത്സ തേടിയെത്തുന്നവർ കുറഞ്ഞത് 3 രോഗങ്ങൾ കൂടി നേടിക്കൊണ്ടാണ് ഇവിടെ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകുന്നത്. ആശുപത്രിയിലെ കിടക്കുകൾ കീറി നശിച്ച് വർഷങ്ങളായെങ്കിലും നന്നാക്കുവാനോ പുതിയവ വാങ്ങുവാനോ അധികൃതർ ശ്രമിക്കുന്നില്ല. മുൻപ് ജില്ലാ പഞ്ചായത്തിന്റെ മേൽനോട്ടത്തിലായിരുന്നപ്പോൾ കാര്യമായ പ്രയോജനമില്ലെങ്കിൽ കൂടി ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയുടെ മേൽനോട്ടമുണ്ടായിരുന്നു. എന്നാൽ മെഡിക്കൽ കോളേജ് ആയതോടെ മേൽനോട്ട സമിതി ഇല്ലാതായി. മെഡിക്കൽ കോളേജ് എന്നത് പൂർണ്ണതയിലെത്തുവാൻ കാലതാമസം ജനങ്ങൾ ഉൾക്കൊള്ളുന്നുവെങ്കിലും ആശുപത്രിക്ക് ആവശ്യമായ മേൽനോട്ട സമിതികൾ ഒന്നും ഇപ്പോൾ ഇല്ലാത്തതിനാൽ ചികിത്സ തേടിയെത്തുന്നവർ പ്രതിസന്ധിയിലായി കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കട്ടപ്പന ഗ്രാമപഞ്ചായത്തിലെ 11, 12, 13 വാർഡുകളിലെ ഗ്രാമസഭ നടന്നു. കട്ടപ്പന സെന്റ് ജോർജ് LP സ്കൂളിൽ വെച്ചാണ് ഗ്രാമസഭ നടന്നത്. കട്ടപ്പന ഗ്രാമപഞ്ചായത്തിലെ 11, 12, 13 വാർഡുകളുടെ ഗ്രാമസഭയാണ് കട്ടപ്പന സെന്റ് ജോർജ് LP സ്കൂളിൽ വെച്ച് നടന്നത്. 11, 12 വാർഡുകളുടെ ഗ്രാമസഭ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷേർലി കൊച്ചുകുടിയും 13ാം വാർഡ് ഗ്രാമസഭ ഗ്രാമപഞ്ചായത്ത് അംഗം മനോജം തോമസും ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നമുക്കറിയാം ഒരുപാട് പദ്ധതികൾ, നമുക്ക് സർക്കാരിന്റെ പദ്ധതികളുണ്ട്. നമ്മൾ ഗ്രാമസഭയിൽ വന്നാൽ മാത്രമേ അതിനെപ്പറ്റി അറിയാനും അതെല്ലാവരോടും പറയാനും കാര്യങ്ങൾ ഒരു ആശയവിനിമയം നടത്താനൊക്കെ ഗ്രാമസഭയിൽ വന്നാൽ മാത്രമേ പറ്റുള്ളൂ. ചടങ്ങിൽ കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജാൻസി ബേബി, ജോർജ് ജോസഫ് മൂവേലി, ഗ്രാമപഞ്ചായത്ത് അംഗം ശോഭ തോമസ്, ADS സെക്രട്ടറി സുജാത ഫ്രാൻസിസ്, ഗ്രാമപഞ്ചായത്ത് അംഗം
അന്നമ്മ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. അതുപോലെ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ MLA ചെയ്തു. അതനുസരിച്ച് നമുക്ക് പഞ്ചായത്തിന് പുരോഗതി ഉണ്ടായി. പഞ്ചായത്തിന്റെ ഫണ്ട് വന്നപ്പം വാർഡിലേക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് ചെയ്തപ്പോൾ ആ വികസനവും അങ്ങനെ എല്ലാം കൂടി ആയപ്പോൾ നമ്മുടെ കട്ടപ്പന എന്ന് പറയുന്നത് മൊത്തത്തിൽ മുഖം മാറി. അതുപോലെ വികസന പ്രവർത്തനങ്ങൾ വന്നിട്ടുണ്ട്. കട്ടപ്പന ഗ്രാമപഞ്ചായത്തിലെ 2015-2016 വാർഷിക പദ്ധതിയുടെ രൂപീകരണത്തിന്റെ ഭാഗമായുള്ള ഗ്രാമസഭയാണ് കട്ടപ്പന സെന്റ് ജോർജ് LP സ്കൂളിൽ വെച്ച് നടന്നത്. ഇനി ഫോക്കസ് ഇടുക്കി. സ്വന്തം ചോരയെ പോലും തെരുവിൽ വലിച്ചെറിയുന്ന മനുഷ്യവംശത്തിന്റെ സമകാലീന കുടിലതകൾക്ക് മുന്നിൽ സ്നേഹത്തിന്റെ സന്ദേശം പകരുകയാണ് 2 വാനര ജന്മങ്ങൾ. മരിച്ചിട്ടും ഉപേക്ഷിക്കാൻ തയ്യാറാകാതെ തന്റെ പൊന്നോമന കുഞ്ഞിനെ മാറോട് ചേർത്ത് ദിവസങ്ങളായി 2 വാനര ശ്രേഷ്ഠർ അലയുകയാണ്. കുമളിയിൽ നിന്നുള്ള ഹൃദയം പിളർക്കുന്ന ചില ദൃശ്യങ്ങളിലേക്ക്. അമ്മയുടെ വാത്സല്യം അത് എല്ലാ ജീവജാലങ്ങളുടെയും അടിത്തറയാണ്. നൊന്തുപെറ്റ് മുലയൂട്ടി കൈപിടിച്ച് വളർത്തുന്ന വാത്സല്യം. പക്ഷേ ഭൂമിയിലെല്ലാം മരണം കൊണ്ട് അവസാനിക്കുമെന്ന് പഠിപ്പിക്കുന്നത് സ്വാർത്ഥരായ മനുഷ്യർ മാത്രമാണ്. ഈ വാനര ശ്രേഷ്ഠർ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാം. ജന്മം കൊണ്ട് മരണം കവർന്ന തന്റെ പൊന്നോമനയുടെ ജഡവും പേറി അലയുകയാണ് ഈ അച്ഛനും അമ്മയും. ഗർഭം പേറിയപ്പോൾ മുതൽ ഇവരും കണ്ടിട്ടുണ്ടാവാം തന്റെ ഉണ്ണിയെക്കുറിച്ചൊരു സ്വപ്നം. പക്ഷേ പിറന്നു വീണത് മരണം കവർന്നെങ്കിലും കൈവിടാൻ ഇവർ തയ്യാറായില്ല. സ്വന്തം കുഞ്ഞിന്റെ ചേതനയറ്റ ശരീരവുമായി ഇവർ അലയുകയാണ്. ഇടയ്ക്കിടെ എപ്പോഴെങ്കിലും മകൻ ഉണർന്നാലോ എന്ന പ്രതീക്ഷയിൽ തട്ടി വിളിക്കാറുമുണ്ട്. അവർക്കറിയാം മകൻ യാത്രയായി എന്ന്. പക്ഷേ ആ ശരീരം അവർ നെഞ്ചോട് ചേർക്കുന്നു. ഈ ചിത്രം നമുക്ക് നേരെയുള്ള ഒരു ചൂണ്ടുപലകയാണ്. അച്ഛനെയും അമ്മയെയും ഉപേക്ഷിക്കുന്ന മക്കൾക്ക് വേണ്ടി, മക്കളെ തെരുവിലെറിയുന്ന അച്ഛനമ്മമാർക്ക് വേണ്ടി. അതിനുമപ്പുറം ഇവർ നമ്മെ പഠിപ്പിക്കുന്നു, ജീവിതം ഒന്നിന്റെയും തുടക്കമല്ല, മരണം ഒന്നിന്റെയും അവസാനവുമല്ല. പ്രപഞ്ചാന്ത്യം വരെ നിലനിൽക്കുന്നത് ഒന്നു മാത്രം, ഒരിക്കലും അവസാനിക്കാത്ത സ്നേഹം. LK ശിവറാം, ന്യൂസ് ഡെസ്ക്. ഇടുക്കി ജില്ലയിൽ KSUവിനുള്ളിലെ ചേരിപ്പോര് രൂക്ഷമായ സാഹചര്യത്തിൽ ദേശീയ നേതൃത്വം ഇടപെടുന്നു. കോൺഗ്രസ് ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾ പ്രശ്നത്തിൽ മുഖം തിരിച്ചു നിൽക്കുന്ന സാഹചര്യത്തിലാണ് NSUവിന്റെ ഇടപെടൽ. DCC പ്രസിഡന്റ് റോയ് കെ പൌലോസ്, മുൻ MP PT തോമസ് എന്നിവരുടെ അനുകൂലികളായ KSU നേതാക്കൾ തമ്മിൽ നടത്തുന്ന ചേരിപ്പോര് ശമിപ്പിക്കുവാൻ NSU നേതൃത്വമാണ് ഇപ്പോൾ ഇടപെടുന്നത്. KPCC പ്രസിഡന്റ് VM സുധീരന്റെ ജനപക്ഷയാത്ര ജില്ലയിൽ സമാപിച്ചതിന് പിന്നാലെ നടന്ന ചേരിതിരിഞ്ഞുള്ള പോരാട്ടങ്ങൾ കയ്യാങ്കളിയിലേക്കും അക്രമങ്ങളിലേക്കും വഴിതിരിഞ്ഞിരുന്നു. പ്രശ്നപരിഹാരത്തിന് കോൺഗ്രസ് ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും കാര്യമായി ഇടപെടൽ നടത്താത്ത സാഹചര്യത്തിലാണ് NSUവിന്റെ ഇടപെടൽ. NSU നേതാക്കളായ ടിജിൻ ജോസഫ്, അഭിലാഷ് ചിതറ എന്നിവർ ബുധനാഴ്ച NSU പ്രവർത്തകരെ നേരിൽ കണ്ട് വിവരങ്ങൾ ശേഖരിക്കും. കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുവാനാണ് ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശം. ഇടുക്കിയിലെ ചേരിപ്പോര് തെരുവിലെത്തിയത് പുതുവത്സരത്തിന്റെ തലേന്നാണ്. അന്ന് തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയുടെ മുന്നിലുണ്ടായ ഏറ്റുമുട്ടലിനെ തുടർന്ന് PT തോമസ് പക്ഷക്കാരായ 5 പേരെ പോലീസ് പിടികൂടി. ഇതിന് പിന്നാലെ ഇവരിലൊരാളുടെ ബൈക്ക് എതിർപക്ഷം കത്തിച്ചു. ഇതിന് സാക്ഷി പറഞ്ഞ വിദ്യാർത്ഥിയെ പിന്നീട് കാണാതായി. മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് നാടകീയമായി വിദ്യാർത്ഥി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുകയും DCC പ്രസിഡന്റിനെതിരെ മൊഴി നൽകുകയും ചെയ്തോടെയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയത്. കൂട്ടിക്കൊണ്ടുപോയാൽ സിബി എന്ന് പറഞ്ഞൊരു സിബി ഉണ്ട്, പിന്നെ നിയാസ് കുരാപ്പള്ളി, ജീവ മാത്യു, പിന്നെ ഒരു ഉണ്ണി എന്ന് വിളിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഇങ്ങനെ പോകുന്ന വഴിക്കൊക്കെ റോയ് കെ പൗലോസ് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു ഇന്ന സ്ഥലത്തേക്ക് പോവാം, അങ്ങനെ രീതിയിലൊക്കെ പോയി. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ദേശീയ നേതൃത്വം പ്രശ്ന പരിഹാരത്തിനായി ഇടപെടുന്നത്. ഇന്ന് ധനുമാസ തിരുവാതിര. സ്ത്രീകളെ സംബന്ധിച്ചേറെ പ്രാധാന്യമുള്ള ഈ ആഘോഷം പരമശിവന്റെ പിറന്നാളിനോടനുബന്ധിച്ചാണ് നടക്കുന്നത്. ഐതിഹ്യ ചരിത്രപരമായ പ്രാധാന്യം ധനുമാസ തിരുവാതിരയ്ക്കുണ്ട്. തിരുവാതിര ആഘോഷവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ഐതിഹ്യങ്ങളാണ് പ്രചാരത്തിലുള്ളത്. ഇന്ദ്രദേവാദികൾ പാലാഴി മഥനം നടത്തിയപ്പോൾ നാഗരാജാവ് വാസുകിയുടെ വായിൽ നിന്നും പുറത്തുവന്ന കാളകൂട വിഷം ഭൂമിയിൽ വീണ് ഭൂമി നശിക്കാതിരിക്കുവാൻ ദേവന്മാർ ശിവനോട് സഹായം അഭ്യർത്ഥിച്ചു. ശിവൻ അത് വിഴുങ്ങി കുഴപ്പമില്ലാതിരിക്കുവാൻ പാർവതീദേവി ശിവന്റെ കഴുത്തിൽ അമർത്തിപ്പിടിച്ച് ഉറക്കമൊഴിച്ച് പ്രാർത്ഥിച്ചു എന്നതാണ് ഒരു കഥ. തിരുവാതിര ആഘോഷത്തിൽ ഉറക്കമൊഴിക്കൽ വന്നത് അങ്ങനെയാണത്രേ. പരമശിവന്റെ ഭാര്യയായ സതീദേവിയുടെ പിതാവ് ദക്ഷൻ നടത്തിയ യാഗത്തിൽ പരമശിവനെ വിളിക്കാതിരുന്നിട്ടും സതീദേവിയുടെ നിർബന്ധത്തിന് വഴങ്ങി ശിവൻ യാഗത്തിൽ പങ്കെടുക്കുവാൻ ചെല്ലുന്നു. ദക്ഷൻ അവിടെ വച്ച് ശിവനെ അപമാനിക്കുകയും അതിൽ വിഷമിച്ച് സതീദേവി ദേഹത്യാഗം ചെയ്യുകയും ചെയ്തു. ഇതിനുശേഷം ശിവൻ ഹിമാലയത്തിൽ പോയി തപസ് ആരംഭിച്ചു. സതീദേവി ഹിമവാന്റെ പുത്രി പാർവതിയായി പുനർജനിക്കുകയും
ശിവനെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് നിശ്ചയിച്ച് തപസ് ചെയ്യുന്ന ശിവനെ പ്രാർത്ഥിക്കുകയും പരിചരിക്കുകയും ചെയ്തു. ആ സമയത്ത് താരകാസുരൻ എന്ന അസുരന്റെ ശല്യം മൂലം വിഷമിച്ച ദേവാദികൾ ബ്രഹ്മാവിനോട് ഉപദേശം തേടുകയും ശിവനും പാർവതിക്കും ജനിക്കുന്ന പുത്രൻ നരകാസുരനെ വധിക്കുമെന്ന് വരം നൽകുകയും ചെയ്തു. കാമദേവൻ ശിവന്റെ തപസ് മുടക്കാനായി ചെല്ലുകയും ദേഷ്യം വന്ന ശിവൻ തൃക്കണ്ണ് തുറന്ന് കാമദേവനെ ചുട്ടരിക്കുകയും ചെയ്തു. കാമദേവന്റെ ഭാര്യയായ രതീദേവി ആഹാരവും ജലപാനവും ഉപേക്ഷിച്ച് പ്രാർത്ഥിച്ചു. ഇതിന്റെ ഓർമ്മയായിട്ടാണത്രേ നോയമ്പ്. പരമശിവനും പാർവതിയും തമ്മിൽ വിവാഹം നടന്ന തിരുനാളാണ് തിരുവാതിരയെന്നും മറ്റൊരു ഐതിഹ്യമുണ്ട്. എന്നാൽ തിരുവാതിരയുടെ ചരിത്രം പരിശോധിച്ചാൽ തിരുവാതിര ആഘോഷം സംഘകാലത്ത് തന്നെ ഉണ്ടായിരുന്നതായി കാണുന്നുണ്ട്. നല്ലാണ്ടുവനാരുടെ പരിപാടൽ എന്ന കൃതിയുടെ വൈഗേ നദിയിൽ തിരുവാതിര ദിവസം യുവതികൾ തുടിച്ചു കളിക്കുന്നതിനെക്കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ട്. പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന തിരുവാതിര ദിനം ബ്രാഹ്മണർ ഭൂമിയുടെ ഫലസമൃദ്ധിക്ക് വേണ്ടി മന്ത്രോച്ചാരണം നടത്തുകയും യുവതികൾ ഇഷ്ടപ്പെട്ട ഭർത്താവിനെ ലഭിക്കുവാൻ ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ചരിത്രവും ഐതിഹ്യവും എന്തുതന്നെ പറഞ്ഞാലും കേരളത്തിലെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ ഒന്നാണ് തിരുവാതിര. മംഗല്യവതികളായ സ്ത്രീകൾ നെടുമാംഗല്യത്തിനു വേണ്ടിയും കന്യകമാർ വിവാഹം വേഗം നടക്കുവാൻ വേണ്ടിയും തിരുവാതിര വ്രതമെടുക്കുന്നുണ്ട്. സൂര്യോദയത്തിന് മുൻപ് കുളത്തിൽ പോയി തിരുവാതിരപ്പാട്ട് പാടി തുടിച്ചു കുളിക്കൽ, നോമ്പുനോക്കൽ, തിരുവാതിരക്കളി, ഉറക്കമൊഴിപ്പ്, എട്ടങ്ങാടി വെച്ചു കഴിക്കൽ, പാതിരാപ്പൂചൂടൽ എന്നിവയൊക്കെയാണ് തിരുവാതിര ആഘോഷത്തിന്റെ പ്രധാന ചടങ്ങുകൾ. പണ്ടൊക്കെ ഗ്രാമത്തിലെ സ്ത്രീകൾ മുഴുവനും ഏതെങ്കിലും ഒരു തറവാട്ടുമുറ്റത്ത് ഒത്തുചേർന്നായിരുന്നു തിരുവാതിര ആഘോഷിച്ചിരുന്നത്. ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ആഘോഷം ചുരുക്കം ചില കുടുംബങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. അനിൽ കെ ശിവറാം, ന്യൂസ് ഡെസ്ക്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, കട്ടപ്പന. സ്വർണം പവന് ഇന്ന് വിപണിയിൽ 20,160 രൂപയാണ് വില. 1 ഗ്രാം സ്വർണത്തിന് 2,520 രൂപ. വെള്ളി ഗ്രാമിന് 39 രൂപയാണ് വില. കമ്പോള വാർത്തകളിലേക്ക്. ഏലം ഇന്ന് വിപണിയിൽ കൂടിയ വില 850, കുറഞ്ഞ വില 800മാണ്. കുരുമുളക് 685 രൂപ, കാപ്പി 125 രൂപ, റബ്ബർ 115 രൂപ. ഗ്രാമ്പു 980 രൂപയാണ്. കൊക്കോ 52 രൂപ. ജാതി കുറഞ്ഞ വില 275, കൂടിയ വില 300മാണ്. ജാതിപത്രിക്ക് കൂടിയ വില 950, കുറഞ്ഞ വില 750മാണ്. കമ്പോള വാർത്തകൾ കഴിഞ്ഞു. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പുതിയ ബാറുകൾ ഇന്നു മുതൽ ബിയർ പാർലറുകൾ. കഴിഞ്ഞ 9 മാസമായി പൂട്ടിക്കിടന്നിരുന്ന മദ്യശാലകൾ ഇനി മുതൽ ബിയർ വൈൻ പാർലറുകളായി പ്രവർത്തിച്ചു തുടങ്ങും. സർക്കാരിന്റെ മദ്യനയത്തിൽ പ്രതിഷേധിച്ച് KCBC സമരരംഗത്തേക്ക്. ഡീൻ കുര്യാക്കോസിനെ കാലുവാരി തോൽപ്പിച്ച സംഭവത്തിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്ന് മുൻ MP PT തോമസ്. മാധവ് ഗാഡ്ഗിൽ പ്രശ്നമല്ല ഡീൻ കുര്യാക്കോസിന്റെ തോൽവിക്ക് പിന്നിലെന്ന് ഇടുക്കിയിലെ ജനങ്ങൾക്കറിയാമെന്നിരിക്കെ ഈ സത്യം പുറത്തു കൊണ്ടുവരേണ്ടത് KPCC ആണെന്നും PT തോമസ്. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് കൊണ്ടുവന്ന 2 കിലോ കഞ്ചാവ് അതിർത്തി ചെക്ക് പോസ്റ്റിൽ പരിശോധനയ്ക്കിടെ എക്സൈസ് സംഘം പിടികൂടി. KSRTC ബസിൽ നിന്നാണ് കഞ്ചാവ് പിടിച്ചെടുത്തത്. പ്രതികളെയും പിടികൂടി. മെഡിക്കൽ കോളേജായി ഉയർത്തിയതോടെ ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ രോഗികൾക്ക് ഇത് ദുരിതകാലം. ആവശ്യമായ മരുന്നുകളോ കിടക്കകളോ ഇല്ലാത്തത് ചികിത്സ തേടിയെത്തുന്ന ആയിരക്കണക്കായ രോഗികളെയാണ് വലയ്ക്കുന്നത്. VT സെബാസ്റ്റ്യൻ വിടവാങ്ങിയിട്ട് 1 വർഷം. ജില്ലയുടെ വികസനത്തിൽ നിർണായകമായ പങ്കുവഹിച്ച വ്യക്തിത്വമായിരുന്നു VT സെബാസ്റ്റ്യൻ. ഇന്നത്തെ ഈ വാർത്താ സംപ്രേഷണം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. സ്ട്രോങ് ഫർണിച്ചർ, ഇൻഡെക്സ് ഫർണിച്ചർ. ഇൻഡെക്സ് ഫർണിച്ചർ, നിയർ KSRTC ബസ് സ്റ്റാൻഡ്, വെള്ളയാങ്കുടി, കട്ടപ്പന.
കല്യാണത്തിന് മോൾക്ക് സ്വർണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി. പവിത്ര ഗോൾഡ്, കട്ടപ്പന. സുഹൃത്തുക്കളെ, വസ്ത്രവ്യാപാര രംഗത്ത് ഘട്ടപര്യടനത്തിലൊക്കെ കൂടിയായ ടെക്സ്റ്റൈൽസ് യുവാക്കളുടെ ഹൃദയം കവർന്നുകൊണ്ട് പുതിയ കളക്ഷനുമായി ടെക്സ്റ്റൈൽസ് സ്ത്രീകൾക്ക് മാത്രമായി. നീ ഇതെങ്ങോട്ടാ? ഞാൻ കൂട്ടുകാരന്റെ കല്യാണത്തിന് പോകാനായിട്ട് ഡ്രസ് എടുക്കാൻ പോവായിരുന്നു. എവിടെ? ചേട്ടൻ നീ വിളിച്ചു പറയുന്ന കടയില്. നിനക്കൊക്കെ പ്രാന്താടാ. നീയൊക്കെ അല്ലേ വേറെ അല്ല അങ്ങോട്ടൊക്കെ പോവൂ. ഇവിടെ നിനക്കല്ല കിടുക്ക് ഡ്രസ്സ് വേണം. നീ ആ പെട്രോളിലോട്ട് ചെല്ലി. എടാ ചെറുപ്പക്കാർക്കായിട്ടുള്ള കടയാടാ അത്. നല്ല കളക്ഷനാ. പെട്രോൾ ഫാഷൻ, ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ, പള്ളിക്കവല, കട്ടപ്പന. KG's ജുവലറി കോട്ടയം കടയുടെ അതിവിപുലമായ വെള്ളി ആഭരണശാല KG's സിൽവർ മൈൻ ഗുരുമന്ദിരത്തിന് സമീപം പ്രവർത്തിക്കുന്നു. പരിശുദ്ധമായ വെള്ളിയിൽ തീർത്ത ആഭരണങ്ങൾ മിതമായ നിരക്കിൽ. ആധുനിക ഡിസൈനിലുള്ള കമ്മലുകൾ, മോതിരങ്ങൾ, വിവാഹ ആവശ്യത്തിനുള്ള നെക്ലേസുകൾ, പ്ലാറ്റിനം ഫിനിഷിംഗ് വളകൾ, വെള്ളിപ്പാത്രങ്ങൾ, മാലകൾ, കൊലുസുകൾ, അരഞ്ഞാണങ്ങൾ, ലോക്കറ്റുകൾ, കൊന്തകൾ, നേർച്ച സാധനങ്ങൾ, കൈചെയിനുകൾ, നവരത്ന മോതിരങ്ങൾ തുടങ്ങിയ വെള്ളിയാഭരണങ്ങളുടെ അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകൾ തിരഞ്ഞെടുക്കുവാൻ ജോൽസിന്റെ സേവനം ലഭ്യമാണ്. KG's സിൽവർ മൈൻ സിൽവർ കളക്ഷൻസ്, കോട്ടയം കട, ഗുരുമന്ദിരത്തിന് സമീപം, കട്ടപ്പന. You know that thing must be 100 years old. ചന്തം കാളിന്തി നാദം ഗോപി സംഗീതം मेरे डोलना सुन मेरे प्यार की तुम मेरे ढोलना सुन मेरी चाहते KG's ജ്വല്ലറി കോട്ടയം കട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. അധികം വൈകാതെ അനലോഗ് ചാനലുകൾ ഇല്ലാതാകും. കേട്ടില്ലേ? ശരിയാണ്. ഇനി ഡിജിറ്റൽ ചാനൽസിന്റെ കാലമാണ്. അപ്പോ ഏറ്റവും മികച്ച കണക്ഷൻ തന്നെ വേണ്ടേ? ഏതെങ്കിലും ഒരു കണക്ഷൻ എടുക്കാമെന്ന് വെച്ചാലോ? കാലാവസ്ഥയെ പേടിക്കണം, ഓർത്തിരുന്ന് റീചാർജ് ചെയ്യണം, സർവീസിന് വേണ്ടി കാത്തിരിക്കണം. എന്തിനു റിസ്ക് എടുക്കണം? കേരള വിഷൻ ഡിജിറ്റൽ TV സെറ്റ് ടോപ്പ് ബോക്സ് കണക്ട് ചെയ്യൂ. 250-ൽ പരം ചാനലുകൾ, HD and 3D ചാനലുകൾ, ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രാദേശിക ചാനലുകളും. കേരളം രാജ്യത്തിന് മാതൃകയാവുന്നു കേരള വിഷൻ ഡിജിറ്റൽ TVയിലൂടെ. മിതമായ നിരക്കിൽ ആകർഷകമായ പാക്കേജുകളിൽ. കേരളം മാറുന്നു സെറ്റ് ടോപ്പ് ബോക്സിലൂടെ. കേരളം മാറുന്നു കേരള വിഷനിലൂടെ. പകരം വെക്കാനാവില്ല ഒന്നും.